എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഈ 2 ദിവസം മുന്നേ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം നല്ല ചൂടാണേ. അപ്പോൾ ദേ രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറടുപ്പത്ത് വെന്ത് വന്നു കേട്ടോ. ഇനി കറികൾ എന്തെങ്കിലും വെക്കണം. നമ്മൾ വ്രതമല്ലേ, അപ്പോൾ മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പച്ചക്കറി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദേ ഉരുളക്കിഴങ്ങും ഒരു സവോളയും 3 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തൊലിയൊക്കെ ചെത്തി അരിഞ്ഞൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിരിക്കുകയാണേ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തരച്ച് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കല്ലേ, അതുപോലുള്ള ഒരു കറിയാണ് കേട്ടോ. മീൻ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ വ്രതമൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് വെച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാനിതുപോലെ മിക്കപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ മസാല കൂട്ടാണ് കേട്ടോ. ഞാൻ തേങ്ങയിലേക്ക് ഇട്ട് പെരിഞ്ജീരകം ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് സ്കിപ്പായിപ്പോയി. അതുപോലെ എന്താണ് നമ്മുടെ ഗ്രാമ്പൂ, ഏലക്ക, ഒരു ഏലക്ക ഇട്ടിട്ടുണ്ട്. മസാല പൊടിച്ച് വെച്ച് തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. സാധാരണ ഞാൻ മസാലപ്പൊടിയാണ് ചേർക്കാറുള്ളത്, പക്ഷേ ഇന്നിപ്പോൾ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ മസാല കൂട്ട് അതിലേക്ക് ചേർത്ത്. അപ്പം ഞാൻ തേങ്ങ വറുത്തോണ്ടിരിക്കുന്ന സമയത്ത് മോള് വെള്ളം റെഡിയാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. ടാങ്ക് കലക്കിയായിരുന്നേ. അപ്പോൾ അതൊരു ഗ്ലാസ് കുടിച്ചു. എന്തൊരു ചൂടാണല്ലേ, ഒരു രക്ഷയില്ല. എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം കിടുന്നില്ല. അപ്പോൾ ദേ നമ്മുടെ കിഴങ്ങെല്ലാം വെന്ത് വന്ന്, അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയെല്ലാം തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ട് വന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് പോരാഞ്ഞിട്ട് അല്പം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി ഇതിലേക്കൊരു വറ ഒഴിച്ചു കൊടുക്കുക. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു കേട്ടോ. അതിലേക്ക് വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില എല്ലാം മൂപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യവും ഇല്ല, ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അച്ചാറും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ അതൊന്നും എടുത്തില്ല. ഞാൻ ഈ ഒരു കറി കൂട്ടി മാത്രമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളാണിതൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ പഴനിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് വെക്കുകയാണ് കേട്ടോ. പാക്കിങ് നാളെയാണ്. ഇന്ന് ഇതൊക്കെ ഒന്ന് തേച്ച് വെക്കണം. ഡബിൾ മുണ്ടാണ്, ചേട്ടായിയുടെ ഡബിൾ മുണ്ടും പിന്നെ എൻ്റെ മോളുടെയും മോൻ്റെയൊക്കെ ഡ്രസ്സുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തേക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ചുരിദാറാണ് കേട്ടോ. നമ്മൾ ഈ പുതിയൊരു മോഡലാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. തുണിയെല്ലാം തേച്ച് വെച്ചു. അതിന് ശേഷം ബുക്ക് വായിക്കാനായിട്ട് കുറച്ച് സമയം ഇരുന്ന് കേട്ടോ. അപ്പോൾ പുറത്ത് ആരോ വിളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പിന്നെ ബുക്ക് വായിക്കാനൊന്നും ഇരുന്നില്ല കേട്ടോ. എഴുന്നേറ്റ് പോയാൽ പിന്നെ വന്നിരിക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. ഇരുന്ന് ആ ഒറ്റ ഇരിപ്പിനൊന്ന് കുറച്ചെങ്കിലും വായിക്കും, പിന്നെ വന്നിരിക്കുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ മറ്റുള്ള പണികളായിട്ടൊക്കെ പോകും. പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെടിക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ നനക്കാൻ പറ്റിയില്ല, വെള്ളമില്ലാഞ്ഞേ. അതുകൊണ്ട് പിന്നെ ചെടി നനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ചായ ഇടാനായിട്ട് പോന്നു. ചായ ഇട്ട് അപ്പം മോള് പുറത്തേക്കൊന്ന് പോയിരിക്കുകയായിരുന്നേ. മോളുടെ ഡ്രസ്സൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അവലില്ലേ, അവൽ വിളയിച്ചത്, അതും കൂട്ടി ചായ കുടിക്കാനാണ് കേട്ടോ. അപ്പം മോനിവിടെ ഇല്ല, മോൻ ഓഫീസിൽ പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനും മോളും ആണ് ചായ കുടിക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അല്ലേ. ടാറ്റാ.